ഉള്ളോ? മണി 9 കോളേജിൽ പോണ്ടേ? ഓ, ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയി. പരമോ ശനത ഇരിക്കും. ഷിനി, ഞാൻ പറയുമ്പോ മറ്റൊന്നും തോന്നരുത്. ഈ വീട്ടിലെ താമസം അത്ര നല്ല. രാവിലെ ഇങ്ങനെ തോന്നാൻ കാരണം ജൂഡിയുടെ കുര കേട്ട് രാവിലെ ഞാൻ ഉണർന്നു. മുറ്റത്തോട്ടിറങ്ങി. ഒരരണ്ട വെളിച്ചേ ഉള്ളൂ. അതിസുന്ദരിയായ ഒരു സ്ത്രീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി റോഡിലേക്ക് പോകുന്നത് കണ്ടു. നിലത്ത് കാല് തൊടാതെ ഒഴുകി പോകുന്നില്ല എനിക്ക് തോന്നിയത്. എന്റെ കാമുകിയായ യക്ഷിയായിരിക്കും. ഈ നേരം നമുക്ക് പറയാവുന്ന കാര്യമല്ലേ ഷീനി? പരമോ ചായ ഇല്ലടാ. ഇതിന്റെ ഇവിടെ പാലപ്പൂവിന്റെ മണം. ആ പാലമൂത്തും ഇന്നലെ ഒരു മൊട്ടുപോലും ഉണ്ടായിരുന്നല്ലോ. പരമോ അവിടെ? പരം ഭയന്നാണ് മരിച്ചത്. അവൻ ആ വീട്ടിലേക്ക് വരാൻ ഒട്ടും തന്നെ ഇഷ്ടമുണ്ടായിരുന്നില്ല. തന്നോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ട് മാത്രമാണ് അവൻ വന്നത്. എന്റെ ശ്രീനി, ഇനിയെങ്കിലും താൻ ആ വീട് ഉപേക്ഷിക്കൂ. ഇനി ഞാൻ ആ വീട് ഉപേക്ഷിക്കില്ല ചന്ദ്ര. വിഷാഠ്യം പിടിക്കുന്ന കുട്ടിയെ പോലെയാണ് താൻ. ലാബറട്ടറിയിലെ അപകടത്തിന് ശേഷം തന്റെ സ്വഭാവം ആകെ മാറിയിരിക്കുന്നു. നീ ഒഴിച്ച് സകലരുടെയും എന്നോടുള്ള പെരുമാറ്റം മാറിയിരിക്കുന്നു. അതിന്റെ പ്രതികരണം എന്നിലും ഉണ്ടാവില്ലേ? എന്റെ കരിഞ്ഞ മുഖം ഒരു ജയിലാണ്. അതിനുള്ളിൽ ഞാൻ ഒതുങ്ങിക്കൂടും. എന്റെ സ്നേഹിതൻ മിസ്റ്റർ ശ്രീനിവാസൻ. പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടതില്ലല്ലോ. ഇയാൾ പറയുന്നതെല്ലാം ശരിയായിരിക്കില്ല. ഭാര്യയോട് കള്ളം പറയരുതെന്നാണ്. അതുകൊണ്ട് ഞാൻ സത്യമേ പറഞ്ഞിട്ടുള്ളൂ. കണ്ടെത്തിയോ? കണ്ടെത്തി, പക്ഷെ തന്നതാക്കിയിട്ടില്ല. ഓഹോ, നിനക്ക് അത് ഉദ്ദേശമുണ്ടോ? സ്വന്തമായ ഒരു പെണ്ണുണ്ടായിരിക്കണമെന്നത് ഏത് പുരുഷന്റെയും ദാഹമാണ്. സാധാരണ ഒരു സ്ത്രീയും എന്നെ ഇനി സ്നേഹിക്കില്ല. അവസാനം എന്റെ രക്തം ഊറ്റി കുടിച്ചാൽ കൂടി ഒരു യക്ഷിയെങ്കിലും സ്നേഹിച്ചാൽ മതിയായിരുന്നു. ശ്രീനി, നിന്നിൽ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വളർന്നിരിക്കുകയാണ്. അത് പല അപകടങ്ങൾക്കും കാരണമാണ്. എനിക്കിനി ഒരു അപകടവും വലുതല്ല ചന്ദ്ര. ശരി, ഈ ടോപ്പിക്ക് വിട്ടളയാം. നമുക്കിന്നൊരു സിനിമയ്ക്ക് പോയി കളയാം. എന്താ, എന്റെ ഭാര്യ ഒരു സിനിമാ ഭ്രാന്തിയാണ്. ഓ, ഐ എം സോറി. ഇന്ന് വെള്ളിയാഴ്ചയല്ലേ? എനിക്കൊരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്. മിസ്സിസ് ചന്ദ്രൻ, ഞാൻ ഇനിയും വരാം. ചന്ദ്ര, ഓ അപ്പോയിന്റ്മെന്റ് യക്ഷിയുമായിട്ടായിരിക്കും. ശ്രീനി, നിനക്കിട്ടിരിക്കുന്ന പേരെന്താണെന്ന് അറിയാം? യക്ഷി. ഇവിടെയല്ലേ ഒരു അമ്മുമ്മയും മകളും താമസിക്കുന്നത്? അല്ലല്ലോ. രാഗിണി എന്ന് അവരുടെ പേര്. അല്ല, ഇവിടെ റബ്ബർ ഫാക്ടറിയിൽ ഒരു ജോലിക്കാരനും അയാളുടെ ഭാര്യയും കുട്ടികളുമാണ് താമസിക്കുന്നത്. അവർ വീട് വിട്ടു, ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്.
രാത്രി എവിടെ ആയിരുന്നു? ഞാനൊരു ആളെ കാണാൻ പോയി. ആളോ ആളിയോ? നിങ്ങൾക്ക് എപ്പോഴും തമാശ തന്നെ. പിന്നെ താമസിയാതെ ഒരു സംബന്ധം ചെയ്യണം. നിർദ്ദേശം അനുകൂലമായി പരിഗണിക്കാം. സംബന്ധമൊക്കെ ചെയ്ത് അങ്കത്തിലിരുത്തിയൻ പങ്കജം കൊണ്ടവൻ തലോടി. അതിരിക്കട്ടെ, കല്യാണി അമ്മയ്ക്ക് എങ്ങനെ ഇരിക്കുന്നു? വേറെ ഉൾപ്രേക്ഷയാണെന്ന് വെച്ചാൽ അലങ്കാര ശാസ്ത്രത്തെ അറിയില്ലയോ? അറിയാം. ഉൾപ്രേക്ഷാലങ്കാരം അതുതാനല്ലയോ ഇത് എന്ന് വർണ്ണിത്തിരാശങ്ക ഉൾപ്രേക്ഷാഖ്യാലങ്കൃതി. ഒരു ദിവസത്തെ കുളി തെറ്റിയ ഞാൻ വിചാരിക്കും മറ്റേ കാര്യമല്ലയോ എന്ന് വിചാരിച്ചങ്ങോട്ട് ചെന്ന് ടപ്പ് ടിപ്പ്. സമയം അധികമായി, എനിക്ക് കോളേജുണ്ട്. ശ്രീനി, ഈ ലോകം നന്മ നിറഞ്ഞതാണെന്ന് ഞാൻ വിശ്വസിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പക്ഷേ വിശ്വാസങ്ങൾ പളുങ്കുപാത്രങ്ങളാണെന്ന് എനിക്ക് അനുഭവപ്പെട്ടു. അങ്ങനെ നന്മയെക്കുറിച്ചുള്ള എൻ്റെ വിശ്വാസം തകർന്നിരുന്ന ഒരു ഘട്ടത്തിലാണ് നാം കണ്ടത്. എല്ലാം ഇരുണ്ടതാണെന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുമ്പോഴാണ് ഒരു ചെറിയ വെളിച്ചം കണ്ടത്. ഞാൻ ശ്രീനിയെ കണ്ടത്. ഈ വെളിച്ചം വളരുമോ? എനിക്ക് ഭാഗ്യമുണ്ടെങ്കിൽ വളരും. കൽമണ്ഡപത്തിൽ പറഞ്ഞതനുസരിച്ച് വരാൻ കഴിഞ്ഞില്ല, ക്ഷമിക്കൂ എന്ന് രാഗിണി. എന്തിനെഴുതിയതോ? എവിടെ എഴുതിയത്? ആരാണ് ഈ രാഗിണി? എന്നെ സ്നേഹിക്കുന്ന ഒരു സുന്ദരി എന്ന് മാത്രം ഞാൻ അറിഞ്ഞാൽ പോരെ. എനിക്ക് എന്റെ മുഖം തിരിച്ചു നൽകിയ ഒരു പെൺകുട്ടിയാണ് അവൾ. അവൾ എനിക്ക് സ്നേഹത്തിന്റെ നിർത്തണോ കണ്ട സാഹിത്യം? അവളുടെ നാടേത്, വീടേത്, ബന്ധുജനങ്ങൾ ആര്, ഇതൊന്നും അറിയാതെ. ഓ, എനിക്കും അങ്ങനെ വലിയ അഡ്രസ് ഒന്നും ഇല്ലല്ലോ. എന്റെ കരിഞ്ഞ മുഖം രാഗിണി ഇഷ്ടപ്പെടും. ഞാൻ അവളെ സ്നേഹിക്കും. ഓഹോ, ഇനി എന്താ ഭാവം? ഞാൻ കാത്തിരിക്കും. അവൾ വരാതിരിക്കുകയില്ല. ശ്രീനി ഫോറിൻ സർവീസിലുള്ള ഒരാളാണത്രേ വിജയലക്ഷ്മി വിവാഹം കഴിക്കാൻ പോകുന്നത്. എങ്ങനെ ഞാന് ഈ ജൂഡിക്കും ചൂടനും എക്സസൈസ് കൊടുത്തോണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ നമ്മുടെ വ്യായാമം ആവും. പിന്നെ പറയണ്ട, ഞാൻ ഇപ്പൊ ചുട്ടിപ്പോയി, പണ്ടത്തെ പോലൊന്നുമില്ല. അല്ല, ഷീൻ എക്സസൈസ് ചെയ്യാറില്ലേ? ഞാൻ ടെന്നീസ് കളിക്കുമായിരുന്നു. മോശം. ടെന്നീസ് ഒരു എക്സസൈസ് ആണ്. കുസ്തി പിടിക്കാൻ പഠിക്കണം. കുസ്തി എല്ലാം പഞ്ചാബ് സൈഡിലാണ്. അവിടൊക്കെ 2 years 3 years തൊട്ട് 2000 3000 റുപ്പീസ് ചിലവൊക്കെയാണ് കുസ്തി പഠിക്കുന്നത്. നമ്മുടെ ചുങ്കം വീരാമുള്ള ഫേമനെ അറിയാം. ഒരു ദിവസം തമാശക്ക് എന്റെ അടുത്ത് കുസ്തി പിടിക്കാൻ വന്നു. ഞാൻ പതുക്കെ ഒഴിഞ്ഞു മാറി ആ തൊടയുടെ ഇടയിലോട്ട് കൈയിട്ട് ഒന്ന് പിടിച്ചു, ഒന്നമർത്തി, ഒരു ഗസാവെടുത്തു, എന്നിട്ട് തൂക്കിയെടുത്തൊരു അടിയാണ്. അല്ല, ഇതെന്തു പറ്റി? എനിക്കറിയാം വിജയ്, ഞാൻ കോളേജിലേക്ക് പോയപ്പോ സ്വബോധത്തോടിരുന്ന മനുഷ്യനാണ്. ഇപ്പൊ തിരിച്ചു വന്നപ്പോ ഇങ്ങനെയാണ്. മനുഷ്യന്റെ കാര്യമല്ലേ. അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടെ എന്നെ ഭാര്യയാണല്ലേ? കല്യാണം എങ്ങനെ കുലുങ്ങി ചിരിക്കാതെ മറ്റൊരു വല്ല കുഴപ്പവും പറ്റും. ഏതിന്? ഗർഭം. കല്യാണം നോക്കാൻ തുടങ്ങി. അത് വല്ല ദാനക്കേടായിരുന്നു. കളഞ്ഞു. അപ്പൊ ഞാൻ അങ്ങോട്ട് പോട്ടെ, സംശയമില്ലേ? ഇന്ന് ഇവിടെ കിടന്നിട്ട് പോയ പോലെ. എന്താ? അല്ല, ഇന്ന് അമാവാസിയാണ്. കഴിഞ്ഞ അമാവാസിയിലെന്നാണ് പരമുന്റെ മരണം. ഓ, അത് സാരമില്ല, വരട്ടെ.
ശ്രീനി, എന്നോട് ദേഷ്യപ്പെടുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ദേഷ്യപ്പെടുക? ഞാനോ? ഒരു കാലമില്ല. ഞാൻ എന്തിനു ദേഷ്യപ്പെടണം? അന്ന് ഞാൻ കൽമണ്ഡപത്തിൽ വരാത്തതിന്. അതുകൊണ്ട് ഞാൻ വേദനിച്ചു, വളരെയേറെ വേദനിച്ചു. ഞാനിനി എന്റെ രാഗി വിടില്ല. ഞാനിനി പോവുകയുമില്ല. സത്യം? ഞാനിവിടെ താമസിച്ചോട്ടെ? പിന്നെ ഇവിടെ താമസിക്കാം. എന്റെ അമ്മ മരിച്ചുപോയി. എനിക്കിനി ആരുമില്ല. ഞാനുണ്ട്, എന്റെ രാഗിക്ക് ഞാനുണ്ട്. എനിക്ക് എന്റെ രാഗിയും. ഞാൻ ഭാഗ്യവതിയാണ്. ഞാൻ രാഗി അടുത്ത വീട്ടുകാർക്ക് പരിചയപ്പെടുത്തട്ടെ? ഇന്ന് തന്നെ വേണോ? വേണം. ഞാനൊരു പഴഞ്ചനാണ്. ഒരു പെണ്ണുമായി രാത്രി ഇവിടെ കഴിഞ്ഞുകൂടിയെന്ന് വല്ലവരും അപവാദം പറഞ്ഞാൽ എനിക്കത് ഇഷ്ടമല്ല. അതുകൊണ്ട് അതുകൊണ്ട് അയൽക്കാരനോട് ഞാൻ പറയാൻ പോവുകയാണ്, ഇത് വല്ല പെണ്ണൊന്നും അല്ല, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണെന്ന്. തുണ്ടി സഹിതം ഹാജരാക്കാൻ പോവുകയാണ് അല്ലേ? ആട്ടെ, എന്നാണ് വിവാഹം? നാളെ തന്നെ. വീട്ടുകാരൊക്കെ അറിയിക്കണ്ടേ? എനിക്ക് വളരെ അകന്ന ബന്ധുക്കളേ ഉള്ളൂ. എന്നെ പോലെ.